സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുണ്ടത്തിക്കോട് യൂണിറ്റ് സ്പെഷ്യൽ കൺവെൻഷനും നവാഗതരെ സ്വീകരിക്കലും പ്രൗഢഗംഭീരമായി. പ്രസിഡന്റ് KA സ്കറിയ പതാക ഉയർത്തി. ആര്യമ്പാടം പകൽവീട്ടിൽ വെച്ച് നടന്ന കൺവെൻഷൻ സംസ്ഥാന കൗൺസിൽ അംഗം KS ജോർജ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. ഗതാഗത തിരക്ക് അനുഭവപ്പെടുന്ന ഷൊർണൂർ കുളപ്പുള്ളി ജംഗ്ഷനിൽ ജൂലൈ 13 മുതൽ പുതിയ സിഗ്നൽ സംവിധാനം തുറക്കും. പൊതുമരാമത്ത് വകുപ്പും മോട്ടോർ വാഹന വകുപ്പും ഷൊർണൂർ നഗരസഭയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഷൊർണൂർ, പട്ടാമ്പി, ഒറ്റപ്പാലം തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് തിരിയേണ്ട പ്രധാന ജംഗ്ഷൻ ആയതിനാലാണ് കുളപ്പുള്ളിയിൽ സിഗ്നൽ സംവിധാനം ഒരുക്കുന്നത്. 13-ന് സിഗ്നൽ സംവിധാനം പ്രവർത്തിക്കുന്നതോടെ ഗതാഗത പരിഷ്കരണവും നിലവിൽ വരും. തൃശൂരിൽ എക്സൈസിന്റെ കഞ്ചാവ് വേട്ട. 12 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശികളായ നിരാകർ നാഗ്, ശാന്തഗുലി എന്നിവരെ തൃശൂർ എക്സൈസ് റേഞ്ച് സംഘം അറസ്റ്റ് ചെയ്തു. ഇൻസ്പെക്ടർ സിജോ വർഗീസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഞ്ചാവ് പിടികൂടിയത്. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായുള്ള പരിശോധനയിലാണ് ഇരുവരും പിടിയിലായത്. അടാട്ട് ഗ്രാമപഞ്ചായത്തിൽ നിലനിൽക്കുന്ന ഭരണപ്രതിസന്ധിയും വികസന പ്രവർത്തനങ്ങളിലെ കാലതാമസവും തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാത്തതിനുമെതിരെ LDFന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സൂചനാ സമരം സംഘടിപ്പിച്ചു. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിലെ അനിശ്ചിതത്വം, ഭരണപരമായ തീരുമാനങ്ങളിലെ കാലതാമസം, ജീവനക്കാരുടെ കുറവ് എന്നിവ മൂലം പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണെന്ന് നേതാക്കൾ ആരോപിച്ചു. ഷൊർണൂർ വാടാനാംകുരിശിയിൽ ഉറക്കഗുളിക കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ച വയോധിക ദമ്പതികളിൽ ഒരാൾ മരിച്ചു. ശബരി നിവാസിൽ 71-കാരി പുഷ്പലതയാണ് മരിച്ചത്. സാമ്പത്തിക ബുദ്ധിമുട്ടും വിട്ടുമാറാത്ത അസുഖവും കാരണം ജീവനൊടുക്കുന്നതായി എഴുതിയ ആത്മഹത്യക്കുറിപ്പ് വീട്ടിൽ നിന്നും കണ്ടെത്തി. ഭർത്താവ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുന്നു.